ഞാൻ കണ്ടാൽ 85 തോന്നുമെങ്കിലും എനിക്ക് 75 വയസ്സായിട്ടേ ഉള്ളൂ. പറയാൻ കാരണം എൻ്റെ കുട്ടിക്കാലം അത്രയധികം ക്ഷാമം, ദാരിദ്ര്യം, പട്ടിണി കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ഭാഗ്യവശാൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളം അതിൻ്റെ ഏറ്റവും സമ്പന്നമായ ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത്രയും സമ്പത്ത്, ഇത്രയും സൗകര്യം, ഇത്രയും സമൃദ്ധി, ഇത്രയും വൃത്തി, ഇത്രയും ആഘോഷം കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തരത്തിലൊക്കെ സൗകര്യപൂർവ്വം ഇപ്പോൾ കേരളത്തിന് പുറത്തു പോയാൽ നമ്മളോട് വരുന്നു, നിങ്ങൾ വളരെ സമ്പന്ന സംസ്ഥാനമാണല്ലോ, യു ഹാവ് ഗോട്ട് എ റിച്ച് സ്റ്റേറ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിനെപ്പറ്റി ചില എതിരഭിപ്രായങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത്. വാൽമീകി രാമായണത്തിലും മഹാഭാരതത്തിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരാശയം, അപ്രിയവും പഥ്യവുമായ വാക്ക് പറയാനും കേൾക്കാനും ആൾ കുറയുന്നതാണ്. അത് വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണൻ ജ്യേഷ്ഠനോട് പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലും മഹാഭാരതത്തിൽ വിതുരരത് പറയുന്നുണ്ട്, അപ്രിയസ്യ പഥ്യസ്യ വക്ത ശ്രോതാജ ദുർലഭ. അപ്പം ഞാൻ അപ്രിയം പറയാൻ പോവുകയാണ്, നിങ്ങൾക്ക് കുറച്ചൊക്കെ ദേഷ്യം വരും, അത് നല്ലതാണ്. കാരണം ഇങ്ങനെ രസിച്ച് സുഖിച്ചിങ്ങനെ ഇരുന്നാൽ മാത്രം പോരല്ലോ. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇതിൻ്റെ ഹെഡിങ് അങ്ങനെയാണ്, മലയാളി മര്യാദക്കാരനാണോ എന്ന്. അപ്പോൾ ഈ പറയുന്നത് എല്ലാ മലയാളികൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളതല്ല, പക്ഷെ പൊതുവേ നമ്മുടെ സ്വഭാവം എന്താണ്, അങ്ങനെയാണല്ലോ പറയുക. ഇപ്പോൾ 100 ആളുണ്ടെങ്കിൽ 90 ആളുടെ സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുക, അല്ലാതെ ആ 10 ആളെ എടുക്കാൻ പറ്റില്ല. അത് നമ്മളങ്ങനെ പറയും. എക്സെപ്ഷൻസൊക്കെ പൊതു നിയമത്തെ, അപവാദങ്ങളൊക്കെ പൊതു നിയമത്തെ സാധൂകരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ മലയാളികളെപ്പറ്റി വളരെ പഠിച്ച ഒരാളോട്, ഒരു സായിപ്പിനോട്, അദ്ദേഹത്തിൻ്റെ പേര് ആറി ആഷർ എന്നാണ്. ഇവിടെ മിക്കവർക്കും ആ പേര് ഓർമ്മയുണ്ടാകും. കാരണം ബഷീറിനെയും തകഴിയൊക്കെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി അവരെ പറ്റിയൊക്കെ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ച എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്ന, അവിടുത്തെ ഭാഷയിൽ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആഷർ, അദ്ദേഹം മലയാളി സംസ്കാരത്തെ പറ്റി വളരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊല്ലത്തോളം ബഷീർ ചേർന്ന പ്രൊഫസറായിട്ട് കോട്ടയത്തുണ്ടായിരുന്നു. അപ്പോൾ ആഷറോട്, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, 10-12 കൊല്ലം മുമ്പ് ഒരിക്കൽ ലണ്ടനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ സ്വാഭാവികമായി ചോദിച്ചു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത്രയൊക്കെ മലയാളികൾ പഠിച്ചല്ലോ ആഷർ, മലയാളിയുടെ ഒരു പ്രത്യേകത പറയാൻ പറഞ്ഞാൽ ആഷർ എന്താ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് ചോദിച്ചത് പറയണോ? ഞാൻ പറഞ്ഞു പറയൂ. മലയാളി തർക്കിക്കും. എന്നാലോ എന്താവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തർക്കിക്കും. ആണും പെണ്ണും തർക്കിക്കും, പ്രായമുള്ളവരും ഇല്ലാത്തവരും തർക്കിക്കും. മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും അതുണ്ട്. അതിന് ജാതിഭേദമോ മതഭേദമോ പാർട്ടി ഭേദമോ ഒന്നുമില്ല, തർക്കമാണ് മലയാളിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടായിരിക്കാം നാരായണഗുരു പണ്ടേ നമ്മളെ ഓർപ്പിച്ചത്, വാദിക്കാനും ജയിക്കാനുമല്ല. 1928 ഗുരു മരിച്ചുപോയി. അപ്പോൾ ആഷർ പറയാണ്, കോട്ടയത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ നടവഴിയിൽ, അപ്പോൾ അദ്ദേഹത്തിന് മലയാളം കേട്ടാൽ മനസ്സിലാവും. മലയാളത്തെപ്പറ്റി ഓക്സ്ഫോർഡ് എൻസൈക്ലോപീഡിയയിൽ എഴുതിയ ആളാണ് ആഷർ. മലയാളം എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ, വലിയൊരു പുസ്തകമാണ്. മലയാളം പഠിക്കാൻ, മറ്റു ആൾക്കാർക്ക് മലയാളം പഠിക്കാൻ സഹായിക്കുന്നൊരു പുസ്തകം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു മേളമാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പോൾ ടെലിവിഷൻ ചാനലിൽ അതിലെ പ്രതികളിൽ ഒരാളാണ് ഞാൻ. ആവശ്യത്തിനും അത്യാവശ്യത്തിനും അനാവശ്യത്തിനും തർക്കിക്കുക, എന്താ ഏതാന്നില്ല. ഇപ്പോൾ എന്തിനാണ് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യസഭയിലെ മെമ്പർ എ റഹീം ബാംഗ്ലൂരിൽ പോയി. അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് ഗവൺമെൻറ് അവിടെ കാണിച്ചത്, അവിടെ JCB ഉപയോഗിച്ച് എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിനെ പറ്റി അവിടെ ചർച്ച, ആലോചിച്ച് നോക്കൂ. അവിടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് എടുക്കാൻ പോയതാണോ റഹീം? അല്ലല്ലോ. അതേ ഒരു കാര്യം, ആ കാര്യം എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം, അതിലൊരു കാര്യമില്ലേ, അവിടെ ആരെങ്കിലും അന്യായമായി ആക്രമിക്കപ്പെട്ടോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ കാര്യത്തൊക്കെ ചർച്ച മാറിയിട്ട് റഹീമിന് ഇംഗ്ലീഷ് അറിയോ, അയാൾക്ക് SLCക്ക് എത്ര മാർക്ക് കിട്ടി, വലിയ കേമല്ലേ. ഇതുപോലെ ഇപ്പോൾ വേറൊരു ഉദാഹരണം, ഏറ്റവും പുതിയ ഉദാഹരണം പറയട്ടോ, ഇതിലൊക്കെ രാഷ്ട്രീയ ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലാതെ ഇവരോട് രാഷ്ട്രീയമായി എതിരഭിപ്രായം ഇല്ലാത്ത ആളല്ല ഞാൻ. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ MA ബേബി ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു, അദ്ദേഹം പാത്രം മോറി വെച്ചു. വലിയ പ്രശ്നമാണിത്.
അപ്പോൾ MA ബേബി ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുന്ന എത്ര ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മറ്റു പാർട്ടിയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ്സുകാർ കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു ഗാന്ധി ഇങ്ങനെ ചെയ്ത ഒരാളാണ്, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഒരാളാണ്. മുസ്ലിം ലീഗുകാർ ഇങ്ങനെ കളിയാക്കുന്നു, അവരുടെ പ്രവാചകൻ ഇങ്ങനെ ചെയ്ത ആളാണ്, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ ആളാണ്. ഇതൊന്നുമില്ല. MA ബേബിയെ അടിക്കാനൊരു വടി കിട്ടിയപ്പോൾ ഉടനെ അത് വെച്ച് ഞങ്ങളുടെ അവിടെ പോയി കീച്ചിക്കൊള്ളുകയാണ്, അങ്ങനെ കീച്ച് വിട്ടുകയാണ്. അപ്പോൾ ഈ തർക്കം, ഈ തരത്തിലുള്ള വർത്തമാനം കാര്യത്തിൻ്റെ അതിൻ്റെ ക്രക്സിൽ നിന്ന്, അതിൻ്റെ കേന്ദ്രഭൂതമായ ആശയത്തിൽ നിന്ന് മാറിപ്പോവാം. MA ബേബിയെ രാഷ്ട്രീയമായി വിമർശിക്കാൻ എത്രയെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ LDFൻ്റെ ഭരണത്തെപ്പറ്റി ഇങ്ങനെ വിമർശിക്കുക, അതിലൊന്നും വിമർശിക്കാൻ പറ്റുന്ന തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളതാണ്. അതിൻ്റെ കണ്ടൻറ്റ് സ്ത്രീ വിരുദ്ധമാണെന്നുള്ള. കാരണം പാത്രം മോറുന്ന പണി ആരുടെ പണിയാണ്? അത് പെണ്ണുങ്ങളുടെ പണിയാണ്. പെണ്ണുങ്ങളുടെ പണിയായതുകൊണ്ട് എന്താണ്? അത് താണ പണിയാണ്, അത് ആണുങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ള പുരുഷാധിപത്യ മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ബേബിയെ കളിയാക്കിയത്. ബേബിയെ കളിയാക്കാൻ വേറെ 100 കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കേരളം വളരെ സാക്ഷരത കൊണ്ട് പ്രബുദ്ധമാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. നമുക്കെന്താ തിരിയാത്തത്? ലോകത്തിൽ ഏത് ഭാഗത്തുള്ള ഏത് ഫിലോസഫറുടെ പുസ്തകവും, അതിപ്പോൾ ദെറിദയായി, റോളാം ബാർത്തായി, മറ്റാളായി, ഗ്രാംഷിയായി ഒക്കെ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം, അതിനൊക്കെ ചർച്ചയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു സ്ത്രീവിരുദ്ധ സമൂഹമായി കേരളം തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ പരിഹാസത്തെ കാണുന്നത്. സ്ത്രീവിരുദ്ധമാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയമുണ്ടോ? എനിക്കൊരു കാലത്തും ഒരു സംശയം ഉണ്ടായില്ല. ഇവിടെ എല്ലാ മതക്കാരുടെ പാരമ്പര്യത്തിലും എല്ലാ ജാതിക്കാരുടെ പാരമ്പര്യത്തിലും ആ സ്ത്രീവിരുദ്ധതയുണ്ട്. മലയാളത്തിൻ്റെ മണ്ണിൽ തന്നെ ആ സ്ത്രീവിരുദ്ധതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അമ്മയെ തച്ചാലും 2 പക്ഷെന്ന് ലോകത്തിൽ ഏതെങ്കിലും ഭാഷയിൽ ഒരു ചൊല്ലുണ്ടാവുമോ? ഏതെങ്കിലും ഒരു ഭാഷയിൽ അമ്മയെ തച്ചാലും 2 പക്ഷം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടൊരു മുദ്രാവാക്യം ഞാൻ പറയാം. വിമോചന സമരം എന്ന് പറഞ്ഞ വളരെ അന്യായമായൊരു സമരം എൻ്റെ കുട്ടിക്കാലത്തോടെ നടത്തുക 1959. അന്ന് കേട്ടൊരു മുദ്രാവാക്യം എന്താ അറിയോ? അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ല എന്ന്. എങ്ങനെയുണ്ട്? അന്നതൊരു ചൊല്ലാണ്. അത് പറയാൻ ഒരു ഉളുപ്പുണ്ടായിട്ടില്ല മലയാളിക്ക്. ഇന്നിപ്പോൾ അതൊക്കെ സംഭവിക്കുന്നു. അതായത് 10 പെറ്റ് പോറ്റിയ അമ്മയുടെ 10 മക്കളും കൂടി കൂടിയാൽ ആ അമ്മയെ നോക്കാൻ പറ്റാത്ത സ്ഥിതിയായി അല്ലേ? ഞാൻ വെറുതെ പറയണോ? ഗുരുവായൂരിൽ മൃഗങ്ങളെ നടതള്ളുന്നത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ അമ്മയെ നടതള്ളാവുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ, ഭീമാപ്പള്ളി. അത് ജാതിമതമൊന്നുമല്ല ഇപ്പോൾ വൃത്തസദനങ്ങളിൽ അങ്ങനെ. അപ്പോൾ അമ്മ എന്നുള്ള ഒരു ആശയം, ഒരു ആദർശം ഇവിടെ കവികൾക്കുണ്ടായിരുന്നു. മാമ്പഴം ഈ ഭാഷയിലാണ്. ഒരു ഇടർച്ച കൂടാതെ എത്ര പേര് ഇത് വായിച്ചു തീർക്കും? പൂതപ്പാട്ട് നമ്മുടെ ഭാഷയിലാണ്. കണ്ണ് തന്നെ അത് വായിച്ചു തീർക്കാൻ പറ്റുമോ? എടശ്ശേരിയുടെ കവിതയെപ്പറ്റി ഞാൻ പറഞ്ഞത് കേട്ടോ. എടശ്ശേരി എനിക്ക് ഓർമ്മ വരിക, അദ്ദേഹം പറയുന്നുണ്ട്, ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ. കാർത്തിക എടശ്ശേരികൾ പറയുന്ന. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പിൻബലം എടശ്ശേരി ഉണ്ട്. എന്താണ്? ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ. ചന്ദനക്കട്ടിൽ എന്നുള്ള മഹത്തായ കവിത ശങ്കരക്കുറുപ്പിൻ്റെ ഈ ഭാഷയിലാണ്. ഇവിടെ പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൽ ഒരു മാതൃവിരോധം ഉള്ളടങ്ങി കിടപ്പുണ്ട്. എന്താ അത്? ആരാണ് നമ്മുടെ ഭൂമി ഉണ്ടാക്കിയത്? നമ്മുടെ കഥയനുസരിച്ച് പരശുരാമൻ. ആരാ പരശുരാമൻ? അവതാരമാണ്. പരശു എന്ന് പറഞ്ഞാൽ വെൺമഴുവാണ് കേട്ടോ. നമ്മൾ മൊബൈൽ കൊണ്ട് നടക്കില്ലേ, അതുപോലെ ഈ ചങ്ങാതി എപ്പോഴും ഒരു വെൺമഴുവായിട്ടാണ് നടക്കുന്നത്. വെൺമഴു എറിഞ്ഞ് വീണ്ടെടുത്ത ഭൂമിയാണിത്. എന്തിനാണ് വെൺമഴു എറിഞ്ഞത്? വെൺമഴു എറിഞ്ഞത് ഭൂമി വീണ്ടെടുക്കാനാണ്. കാരണം അദ്ദേഹം അച്ഛനെ കൊന്നവനോട് പകരം വീട്ടാൻ വേണ്ടി 22 തവണ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സകല ക്ഷത്രിയന്മാരെയും കൊന്നു മുടിച്ചു. അപ്പോൾ അതിൽ കുറ്റബോധം വന്നു, പ്രായശ്ചിത്തം ചെയ്തു. എന്ത്? കേരളം ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു. നല്ല പ്രായശ്ചിത്തല്ലേ? എന്നാ അത് ക്ഷത്രിയന്മാർക്ക് കൊടുക്കുക. നമ്മുടെ ജാതി വ്യവസ്ഥയൊക്കെ വളരെ തമാശയാണ്. എന്താ ഇപ്പോൾ ഇവിടെ ചെറുമനും നമ്പൂരിയായിട്ട് ആരാ മേലെ? സംശയമല്ല, അത് നമ്പൂരിയാണ്, ഉറപ്പല്ലേ? അപ്പം നമ്പൂരിക്ക് അയിത്തമാവാതിരിക്കാൻ വേണ്ടി ഒച്ചയാടേണ്ടത് റോട്ടിൽ നിന്ന് ഓടേണ്ടത് ആരാ? ചെറുമനാ. എന്നാൽ ആ പണി നമ്പൂരി എടുക്കുക അല്ലേ? ന്യായമല്ലേ? നിങ്ങൾക്ക് അയിത്താവാതിരിക്കാൻ വേണ്ടി മറ്റവൻ ഓടണം. ഇതാണ് നമ്മുടെ ജാതി വ്യവസ്ഥ. അപ്പോൾ പരശുരാമൻ
അച്ഛനെ കൊന്നവനോട് പകരം വീട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മുടെ ജന്മികുടിയാൻ വ്യവസ്ഥയുടെ ആധാരം എന്ന് പറയുന്നത്, അതിൻ്റെ അടിയാധാരം ഇതാ, ഈ കഥയാണ്. നല്ല ഹിസ്റ്ററി അല്ലേ? സ്റ്റോറിയൊക്കെ ഹിസ്റ്ററിയൊക്കെ സ്റ്റോറി ആയിട്ടും മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു പരിപാടിയാണ്. പക്ഷേ ഈ പരശുരാമൻ ആരാണ്? സ്വന്തം അമ്മയുടെ കഴുത്ത് വെട്ടിയവനാ. ജമദഗ്നി മഹർഷിയുടെ മകനാണ് പരശുരാമൻ. രേണുക പ്രസവിച്ചാണ്. രേണുക ഒരിക്കൽ കുളിക്കാൻ പോയപ്പോൾ ഒരു ഗന്ധർവനെ കണ്ട് മോഹിച്ചു എന്നാണ്. ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അവർ മടങ്ങി വരുമ്പോൾ ഇദ്ദേഹം ജമദഗ്നി മഹർഷിയല്ലേ, അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ മനസ്സിലെന്താ ഉള്ളത്. അവർ പറഞ്ഞു, ഇതാ ഈ വ്യഭിചാരിണി വരുന്നു, അവളുടെ തല കൊയ്യൂ എന്ന് പറഞ്ഞു അവരുടെ മക്കളോട്. അവരാരും കൂട്ടാക്കിയില്ല. ഏറ്റവും ഇളയ മകനാണ് പരശുരാമൻ. അവരോട് പറഞ്ഞപ്പോൾ അയാൾ തല വീശിക്കളഞ്ഞു. അങ്ങനെ അമ്മയുടെ തലവെട്ടാൻ ഒരു മടിയും ഒരു പേടിയും ഒരു സന്ദേഹമില്ലാത്ത ഒരുത്തൻ്റെ ഭൂമി ആണ് നമ്മുടെ കേരളം. ഈ ഭൂമിക്കുള്ള പേര് പരശുരാമ ക്ഷേത്രം എന്നാണ്. പിന്നെ നമ്മൾ ഹിംസ കാണിക്കുന്നതിന് വല്ല തർക്കമുണ്ടോ? എത്രയാ ഹിംസ വരുത്തത്? എവിടൊക്കെയാണ് ഹിംസ? നാട്ടിലും റോട്ടിലും ഹിംസ, വീട്ടിലും ഹിംസ. ഇംഗ്ലീഷുകാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ്. അങ്ങനെ പറഞ്ഞാലാണ് മലയാളിക്ക് എളുപ്പം മനസ്സിലാവുക. കാരണം മാതൃഭാഷയോട് വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അപ്പോൾ നമ്മളെ ചാനൽ ചർച്ച നോക്കുന്നുണ്ടെങ്കിൽ എന്താ ആങ്കർ പറയുന്നതിൽ കുറച്ച് മലയാളം, ഏതെങ്കിലും തൊഴിലാളി നേതാവോ രാഷ്ട്രീയക്കാരനോ പറയുന്നത് മുഴുവൻ ചില ക്രിയാരൂപങ്ങളിൽ ചില പ്രത്യയങ്ങൾ മാത്രമാണ് മലയാളം, ബാക്കിയൊക്കെ ഇംഗ്ലീഷാണ്. വളരെ പണ്ട് MP പോൾ കേട്ടോ 1952 മരിച്ചുപോയി, ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹം കത്തുകൾ എന്നുള്ള പ്രസിദ്ധമായ ലേഖനത്തിൽ പറയുന്നുണ്ട്, മലയാളത്തിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഇല്ലാത്തവർ പോലും ഇംഗ്ലീഷിൽ കത്തെഴുതുന്നു. വളരെ പഴയ, ഞാൻ 10ാം ക്ലാസ് പഠിച്ച വാക്യമായി പറഞ്ഞത്. ഇപ്പോൾ എവിടെ എത്തി? പോൾ സാർ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷിന് ക്ലാസ് എടുത്ത ആളാണ്, MA പഠിപ്പിച്ച ആളാണ് കേട്ടോ. അദ്ദേഹത്തിന് ട്യൂട്ടോറിയൽ കോളേജിൽ ഒരു വാർഡനായിരുന്ന മനുഷ്യനെ നിങ്ങൾ അറിയും. ആ മനുഷ്യൻ്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോയി ഭാഷയെപ്പറ്റി കളിയാക്കി ബഷീർ പറയും, ആണും പെണ്ണുമായിട്ടുള്ള ആകെയുള്ള വ്യത്യാസം മീശയാണ്. ഹിന്ദി ഭാഷയിൽ മീശ സ്ത്രീലിംഗാണ്. എന്താ ചെയ്യുക, അതെങ്ങനെ ഉപയോഗിക്കുക? അപ്പോൾ സ്ത്രീവിരുദ്ധത എന്നുള്ളത് വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് നമ്മുടെ പഴഞ്ചൊല്ലുകളിൽ, കഥകളിൽ, ഐതിഹ്യങ്ങളിൽ എല്ലാം കേട്ടോ. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അറിയാം. പെൺബുദ്ധി ഇതുപോലെ എത്ര ഞാൻ അപ്പോൾ പറഞ്ഞാൽ അതിന് തന്നെ വേണം 2 മണിക്കൂർ അത് ഉദ്ധരിക്കാൻ. അപ്പോൾ സ്ത്രീവിരുദ്ധത ഇത് മാറിയോ? സ്ത്രീവിരുദ്ധത എവിടെയെങ്കിലും മാറിയോ? ഇല്ല. ഞാൻ ഉദാഹരണം പറയാം. കേരളത്തിൽ ഇന്ന് വരെ ഒരു വനിത മുഖ്യമന്ത്രി ആയിട്ടില്ല, ഉണ്ടോ? ഇല്ല. കേരളത്തിലൊരു വനിത ആഭ്യന്തരമന്ത്രി ആയിട്ടില്ല, ഉണ്ടോ? കേരളത്തിൽ ഒരു വനിത ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു പാർട്ടിയുടെയും അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെയും സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിട്ടില്ല, ഉണ്ടോ? 1987 മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു KR ഗൗരിയമ്മ. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഭൂരിപക്ഷം കിട്ടി മുഖ്യമന്ത്രിയായിട്ട് വന്നത് നയനാര. എത്ര സ്ത്രീകൾ, ഒരു KR ഗൗരിയമ്മല്ല, അപ്പോൾ സുശീല ഗോപാലൻ, ആനി മസ്ക്രീൻ, അക്കാമ്മ ചെറിയാൻ, കുട്ടിമാളുമ്മ, നഫീസത്ത് ബിബി, എത്രയെങ്കിലും പെണ്ണുങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഒരു പാർട്ടിക്ക് അത് പറ്റിയില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് 48 പാർട്ടിയാണ്, ഇന്ന് വരെ ഒരു വനിതയെ നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല, ഉണ്ടോ? എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, കേരളത്തിലൊരു കേരള വനിതാ പാർട്ടി ഉണ്ടാക്കണം എന്നാണ്. കാരണം നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, നായരാണ്, മാപ്പിളയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. അതിൽ 70 എണ്ണം പെണ്ണുങ്ങൾക്ക് സംവരണം ചെയ്യേണ്ടതല്ലേ? കാരണം ഇവിടുത്തെ ജനസംഖ്യ എത്രയാണ്? 52% സ്ത്രീകളാണ് കേരളത്തിൽ. ഒരു പെണ്ണധിക നാടാണ് കേരളം. ഇപ്പോൾ അന്ന് 2009 എൻ്റെ ഓർമ്മ, പാലോളി മുഹമ്മദ് കുട്ടി VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു സംഗതി ഒപ്പിച്ചു. എന്താണ്? ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരിപ്പിടങ്ങളിൽ 50% സ്ത്രീകൾക്ക് സംവരണം ചെയ്തു, ഇല്ലേ? അതുകൊണ്ടല്ലേ ഇവരൊക്കെ പഞ്ചായത്ത് മെമ്പർമാരോ കൗൺസിലർമാരോ മുനിസിപ്പൽ ചെയർപേഴ്സണോ വനിതാ മേയറൊക്കെ ഉണ്ടാവുന്നത്. വനിതാ മേയർ ഉണ്ടായതിൻ്റെ ദുരിതം അനുഭവിച്ച ആൾക്കാരായിരിക്കും നിങ്ങൾ.
എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അല്ല, വനിതകൾ വന്നാൽ എല്ലാം അങ്ങനെയില്ല. തട്ടിപ്പും അഴിമതിയും കൊള്ളരുതായ്മയൊക്കെ ആണും പെണ്ണും കാണിക്കും. പക്ഷേ പെണ്ണായ വകയിൽ നിങ്ങൾ ജയിക്കാൻ പാടില്ല, ഭരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വരരുത്. ഞാൻ ഇതൊരു ഉദാഹരണം പറയാം. നമ്മളെക്കാൾ എത്രയോ പുറകിലാണ് എല്ലാ കാര്യത്തിലും UP എന്നുള്ള നിയമസഭ സംസ്ഥാനം. അവിടെ 4 വട്ടം ഒരു ദളിത് വനിത മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അവരുടെ പേര് മായാവതി എന്നാണ്. കേരളത്തിലാവോ? കേരളത്തിൻ്റെ ഗ്രാഫ് നോക്കുക. ഇവിടെ ഒരു മേയർ ദളിത് വനിതയായി നിങ്ങൾ സമ്മതിക്കുമോ? അത് റിസർവേഷനിലോട്ട് വരും, അല്ലെങ്കിൽ വരില്ല. നമുക്ക് പറ്റില്ല, നമുക്ക് സംഗതി പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ കുറച്ച് യാത്ര ചെയ്തുകൊണ്ട് ഞാൻ പറയാം, വേറെ എവിടെ ചെന്നാലും കേരളത്തിന് പുറത്താന്നുള്ളൊരു ആശ്വാസം അനുഭവപ്പെടും. എന്താ കാരണം? മര്യാദ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടുത്തെ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തൊരു ബഹളമാണ്. കാരണം വേറൊരാളുടെ പ്രൈവസി, സ്വകാര്യത എന്നുള്ള അംഗീകരിക്കുന്ന പരിപാടിയില്ല. നമ്മൾ പാട്ട് കേൾക്ക്, വർത്തമാനം പറയുകയൊക്കെ ഭയങ്കര ബഹളമാണ്. ഞാൻ ഒരു ജർമ്മനി പോയപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ മൊബൈലിൽ സംസാരിക്കുക. അപ്പോൾ ഒരു ലേഡി കണ്ടക്ടറാണ്. അവരുണ്ട്, വൈ ആർ യു ഷൗട്ടിങ് മാൻ എന്ന് ചോദിച്ചു എന്നോട് വന്നിട്ട്. അപ്പോഴാണ് ഇത് വലിയ ഒച്ചയിലാണ് വർത്തമാനം പറഞ്ഞ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഇന്ത്യക്ക് പുറത്തെത്തി കേട്ടോ. അവിടെ ജർമ്മനിയിൽ ചില ട്രെയിനുകളിൽ S എന്ന് അടയാളപ്പെടുത്തിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാൻ ആദ്യം വെച്ച് സ്ലീപ്പർ എന്നാണ്, അല്ല സൈലൻസ് എന്നാണ്. അതെടുത്താൽ അതിനകത്ത് നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല, പരസ്പരം വർത്തമാനം പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വായിക്കാം, എഴുതാം, പാട്ട് ഇയർഫോൺ വെച്ച് കാട്ട് കേൾക്കാം. സൈലൻസ്. നമുക്ക് മനസ്സിലാവാത്തൊരു മൂല്യം അത് സൈലൻസ്. ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇവിടുത്തെ ലൗഡ് സ്പീക്കറിനെതിരായിട്ട് വലിയ സമരം നടത്തി അദ്ദേഹം വിജയിക്കുന്ന ഞങ്ങളൊക്കെ വിചാരിച്ചു. അദ്ദേഹം തോറ്റുപോയി ഉണ്ടോ. ഇപ്പോൾ ഇവിടെ മുസ്ലിം പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്നത് പുറത്തേക്ക് ആ മൈക്ക് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? മുഹമ്മദിനോടെ കാലത്ത് ബാങ്ക് ഉണ്ട്. എന്താ കാരണം? അന്ന് വാച്ചില്ല, അന്ന് ക്ലോക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ബാങ്ക് കൊടുത്താൽ മതിയുള്ളൂ, ഇല്ലേ? മൊബൈലിൽ ബാങ്ക് കൊടുത്തോളൂ ആ സമയത്ത്. അപ്പോൾ ഹിന്ദു ദേവാലയങ്ങളിൽ നിങ്ങൾ നേരം വിളിച്ചാകുമ്പം ഈ സുപ്രഭാതം വെച്ച് 2 മണിക്കൂർ മനുഷ്യൻ്റെ ഏറ്റവും നന്നായി ആൾക്കാർ ഉറങ്ങുന്ന സമയമാണ്. ഇങ്ങനെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ദൈവം വേണം. സ്വർണ്ണം അടിക്കുന്നത് നമ്മൾ വേറെ അടിക്കും. ദൈവത്തിന് ഈ സുപ്രഭാതം ദൈവത്തിനും സ്വർണ്ണം നമ്മളെ വീട്ടിലും. ഭക്തി കാണിക്കുന്നത് എങ്ങനെയാണ്? പാട്ട് വയ്ക്കുന്നേ. ഇവർ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ബാക്കിയുള്ളതൊക്കെ വെക്കി. ഇതുപോലെ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞു എല്ലാവരും ആരും മോശമല്ല കേട്ടോ. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ഇതൊരു ഈ വേദിയിലായതുകൊണ്ട് പറയാം. ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, ലീഗുകാരൻ്റെ, കോൺഗ്രസ്സുകാരൻ്റെ വേദി പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. എതിരുണ്ടോ? എതിരുണ്ടേ പറഞ്ഞു. ജനാധിപത്യമല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ലക്ഷദ്വീപ് പോയി, 3 വട്ടം പോയിട്ടുണ്ട്. അപ്പം ആദ്യം ചെന്നപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, കയറി ചായ കുടിക്കാം, ഊണ് കഴിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ പരിഭ്രമിക്കുക. ഞാൻ വരെ എവിടെ പരിചയപ്പെട്ടിരുന്നത്? പരിചയമൊന്നുമില്ല. അവിടെ ചിരിക്കാൻ പരിചയം വേണ്ട. നിങ്ങൾക്ക് 5 വയസ്സ് വരെ ചിരിക്കാൻ പരിചയം വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഇത് കേട്ടോ, ഇവരൊക്കെ ഈ എണ്ണ എടുത്ത് ഇങ്ങനെ കുഴിഞ്ഞു കൊടുക്കും, ഇതിങ്ങനെ സ്റ്റിഫാക്കി. എൻ്റെ സാറ് ഈ മോന്ത ഇങ്ങനെ ആക്കി വെച്ചാൽ നിങ്ങളുടെ മോന്തയായി വടക്കായത്, മറ്റോൻ്റെ അല്ല. ഒന്നൊരാളോട് ചിരിച്ചാൽ എന്താ വരാൻ പോണത്? അപ്പോൾ അവിടെ പരിചയപ്പെടുന്നൊരു സാധനം ഇല്ല. ഇത് മലയാളം സംസാരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടൊരു പ്രദേശത്തെ പറ്റിയാണ് ഞാൻ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത്. 36 ദ്വീപുണ്ട്, 12 ദ്വീപിൽ ജനവാസമുണ്ട്. അവിടെ ക്യാപിറ്റൽ ഐലൻഡ്, തലസ്ഥാന ദ്വീപ് എന്ന് പറയുന്നത് കവരത്തിയാണ്. അവിടെ ഒരു വലിയ ജയിലുണ്ട്, അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താ കാരണം? ഒരു കുറ്റവാളി ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ ചെന്നൊന്ന് തൊഴുതു. കാരണം ഇന്ത്യയിൽ മലയാളം സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് കുറ്റവാളി ഇല്ലാത്തത് കൊണ്ട് ഒരു ജയിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ ഗവൺമെൻറ് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണ് പിന്നെ തൊഴേണ്ടത്? മുത്തങ്ങയിൽ സമരം ഉണ്ടായാലും വെടിവെപ്പുണ്ടായി. അന്ന് MT വാസുദേവൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ ചെന്നു. എന്താണ് അവർക്ക്? എല്ലാവരും ഓടിപ്പോയി, വലിയ ബഹളമാണ്, അവർ ജോലിക്ക് പോകാൻ വയ്യ, അവരൊക്കെ പേടിച്ച്, കുട്ടികളും പ്രായമുള്ള ആൾക്കാരൊക്കെ അരി, പച്ചക്കറി, പഞ്ചസാര ഒക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ ഒരു ഊരിൽ ചെന്ന് നോക്കുമ്പോൾ ആ ഊരിൽ 4 വീട് മാത്രമേ ഉള്ളൂ. അവിടെ ആരുമില്ല. 3 വീട്ടിൽ ആരുമില്ല. ഒരു വീട്ടിൽ വളരെ പ്രായം ചെന്ന ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ
ഇതൊക്കെ കൊടുത്തു, പച്ചക്കറി കൊടുത്തു, അരി കൊടുത്തു, പഞ്ചസാര കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഇത് മറ്റുള്ളവർ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല, എന്താണെന്ന് ചോദിച്ചു. രണ്ടാമത് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു. മൂന്നാമത് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെ പരിചയമുള്ള ആൾ ഓടി വന്ന് പറഞ്ഞു, അയ്യോ അങ്ങനെ അവരോട് പറയരുത്. എന്താ, അവർക്ക് അങ്ങനെ അല്ലാതെ അറിയില്ല. എന്ത് കിട്ടിയാലും ആ ഊരിലുള്ള എല്ലാവരും ഓഹരി വെച്ച് കഴിക്കുക എന്നാണ് അവരുടെ പാരമ്പര്യം. അപ്പോൾ നിങ്ങൾ എന്നോട് മാഷ് എന്താ ഉടുക്കാതെ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പരിഭ്രമിക്കൂലേ? ഞാൻ ഉടുത്തിട്ടാണല്ലോ വന്ന്. ഇതേമാതിരിയായി ഈ വയനാട്ടിലെ ഈ പറയുന്നത് മുത്തങ്ങ എന്ന് പറയുന്നത് ബത്തേരിയും കുറച്ച് അപ്പുറമുള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെ ആദിവാസികൾ ജീവിക്കുന്നുണ്ട്. ഈ അറബിക്കടലിലുള്ള ലക്ഷദ്വീപിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അവിടെ വേലിയും തരുമൊന്നുമില്ല ലക്ഷദ്വീപിൽ. MT അതിനെപ്പറ്റി എന്നോട് ലേഖനം എഴുതിയിരുന്നു. അവിടെ വേലിയില്ല. എന്താ കാരണം? ഈ അതിരിവിടെയാണ്, മതിലിവിടെയാണ്. നമ്മൾ അതിനാണല്ലോ മരിക്കുന്നത്, അതിനാണല്ലോ നമ്മൾ കൊല്ലുന്നത് അല്ലേ? കാരണം ഒരടി അല്ല അരയടി മണ്ണിന് വേണ്ടി അയൽക്കാരനെയോ സ്വന്തം അനുജനെയോ ഏട്ടനോ വെട്ടിക്കൊല്ലാൻ ഒരു മടിയില്ല. കാരണം വയലൻസിന്, ഹിംസയ്ക്ക് യാതൊരു മടിയില്ലാത്ത വലിയ ഗാന്ധിയെ പറ്റിയൊക്കെ പ്രസംഗിക്കും, ഗാന്ധിയെപ്പറ്റി കവിതയൊക്കെ എഴുതും. വള്ളത്തോളാണ് എൻ്റെ ഗുരുനാഥൻ എഴുതിയത്. അദ്ദേഹം ഇറച്ചിയില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കില്ല എന്നാണ് ഞാൻ വായിച്ചത്. അത്ര വെടികൊണ്ട പക്ഷി എന്നുള്ള കവിത എഴുതിയ ആളാണ്. അതാണിപ്പോൾ നമ്മുടെ ഏർപ്പാട് സ്ഥിതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ആളുകളോട്, ഇപ്പോൾ ഇവിടെ നല്ലോണം പഠിച്ച ആൾക്കാരാണ്, പക്ഷേ പഠിപ്പ് കൊണ്ട് നിങ്ങളുടെ ഈ തരത്തിലുള്ള സംസ്കാരം, നമ്മുടെ സംസ്കാരം എന്തുകൊണ്ടാണ് മാറാത്തത്? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ബസ് കയറി ഒരാളിരിക്കുന്ന സീറ്റിൽ ഇങ്ങനെ മറ്റൊരാൾ ഇരിക്കാനുണ്ടെന്ന് വെച്ചാൽ ഒരാൾ കയറി വരുമ്പോൾ ഒന്നിങ്ങനെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് ഇവൻ SLC പാസ്സായിട്ടില്ല. ഇവൻ MA PhD ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? രണ്ടാളെ സീറ്റിൽ അവനിങ്ങനെ ഇരിക്കണ്ടാവും. ഇതെന്തോ വലിയ അല്ല, ഒരു ചെറിയ, വളരെ ചെറിയ കേഴ്സി എന്ന് അങ്ങനെ പറഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാവുള്ളൂ. ഒരു മര്യാദയാണ്. ഇതില്ല. ഇപ്പോൾ നിങ്ങൾ KSRTC ബസ് കയറി ഇത് എറണാകുളത്ത് എപ്പോൾ എത്തും? എത്തുമ്പോൾ എത്തും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു എപ്പോൾ എത്തും? അല്ല ഇത് എത്തുമ്പോൾ എത്തും. ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഷെഡ്യൂൾ ടൈം എത്രയാണ്? അത് നിങ്ങൾ ഷെഡ്യൂൾ നോക്കണം. അദ്ദേഹത്തിന് പറയാൻ ഒഴിവില്ലെന്നേ കണ്ടോ. പൊതുമേഖല എന്നുള്ള സ്ഥാപനം അതിന് എന്താക്കി തീർത്തു എന്ന് എല്ലാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ പോലീസ് എന്നുള്ള, ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ സംസാരിക്കുന്നത്, തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ പേര് കാവൽ എന്നായിരുന്നു. മനോഹരമായ വാക്ക്. അതാണ് മറ്റേ ഇംഗ്ലീഷ് വാക്ക് കൊണ്ടുവന്ന് പോലീസ് ഉണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴും അതാ വാക്ക്, കാവൽ നിലയെന്നാണ് അവർ പറയുന്നത് പോലീസ് സ്റ്റേഷന്. പോലീസിനെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? നമ്മുടെ കാവൽക്കാരനായിട്ട് വെച്ച ഒരുത്തനെ നമ്മൾ പേടിക്കുന്ന അല്ലേ? ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ പറയട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിട്ട് വേറെ എവിടെ പോയാലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ, CPM-ൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാവ് വിളിച്ച് പറയണം നമ്മുടെ ഒരാൾ വരുന്നുണ്ട്, ഇന്ന കാര്യമാണ്. ശരിയല്ലേ? നിങ്ങൾ പോവോ? ഞാൻ പോവില്ല, എനിക്കറിയാം. ആരും അവിടെ ഇപ്പം മുക്കത്ത് പോലീസ് സ്റ്റേഷനുണ്ട്, എന്നെ എന്നാലും അവിടെ ചെന്ന് ഒന്ന് ഇരിക്കാൻ പറയുന്ന ഉറപ്പില്ല കേട്ടോ. ഒരാൾക്കൊരു നഷ്ടമില്ലാത്ത കാര്യമാണ്. ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മുമ്പിൽ ഒരാൾ നിന്ന് അയാളുടെ കാല് വേദനിക്കുന്നതിലൂടെ നിങ്ങൾ ആദരിക്കപ്പെടുന്നു, നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്? ശരിയല്ലേ? എത്ര പേര് തൻ്റെ മുമ്പിൽ വീട്ടിലോ തൻ്റെ ഓഫീസിലോ വരുന്ന ഒരാളോട് ആദ്യത്തെ വാക്ക് ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്? ആലോചിക്കുക. സഞ്ജയൻ്റെ ഒരു തമാശയുണ്ട്. സഞ്ജയന് ഒരു മീറ്റിങ്ങിനെ പറ്റി അദ്ദേഹം എഴുതുകയാണ്. എന്താ പറഞ്ഞത്? അപ്പോൾ ഒരാൾ വന്നപ്പോൾ അദ്ദേഹം ന്യായമായിട്ട് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഐ ആം ദി പ്രസിഡന്റ് ഓഫ് സച്ച് ആൻഡ് സച്ച് കമ്മിറ്റി എന്ന് പറഞ്ഞു ഇരുന്നത്. അപ്പോൾ മറ്റാൾ പിന്നെയും പറഞ്ഞു, ഐ ആം ദി സെക്രട്ടറി ഓഫ് അനദർ അസോസിയേഷൻ. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, ടേക്ക് 1 more സീറ്റ്. അല്ലാതെ ഇപ്പോൾ എന്താ പറയുന്നത്? ഇയാൾ ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ്, മറ്റേ സംഘടനയുടെ സെക്രട്ടറി ആയിക്കോട്ടെ. ഈ സാധനം ഈ കേട്ടോ എപ്പോഴും പറയുന്ന വാക്കാ ഈഗോ അഹം. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഒരു മുടക്കമില്ലാത്തൊരു കാര്യമാണ് ഒരു നല്ല വാക്ക് പറയുക, ചിരിക്കാന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഒരു തരത്തിലുള്ള വിമർശനം സത്യത്തിൽ താങ്ങാത്ത കൂട്ടരാണ് സാമാന്യമായി മലയാളികൾ. അപ്പോൾ നമുക്ക് പുറത്തുള്ള ഒരാളോട് ഇങ്ങനെ ഇത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു പറയാം. അവർ പറഞ്ഞ ഉടൻ
നമ്മളെന്തോ കുശുമ്പ് കൊണ്ട് പറഞ്ഞു, അല്ലെ നമ്മളും അവനും വേറെ ജാതി ആയതുകൊണ്ട് പറഞ്ഞു, അല്ലെ വേറെ പാർട്ടി ആയതുകൊണ്ട് ഈ കാര്യം എടുക്കില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത്രയും രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇവർക്കാർക്കും ഒരു തെറ്റും പറ്റില്ല. പറ്റുമോ? ഇപ്പം ബിഷപ്പിന് തെറ്റാവരം കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ, മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റില്ല. എന്നെ തെറ്റാവരം എന്ന് പറയുന്നത് ഷിയാക്കളുടെ ഇടയിലുള്ള ഇമാമുണ്ടല്ലോ, അപ്പോൾ ഇറാനിലെ ഇപ്പോഴത്തെ അവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ കേട്ടോ, ഭീകരമാണ്. ഒരു പെൺകുട്ടിയുടെ തലമുടി 2 ഇഴ പുറത്ത് കണ്ടുപോയതിനാണ് 2022 ഒക്ടോബറിൽ മഹിസ ആമിനിയെ അറസ്റ്റ് ചെയ്തത്. 2-ാം ദിവസം അവളുടെ ഡെഡ് ബോഡിയാണ് പുറത്തേക്ക് വന്നത്. അന്ന് തുടങ്ങിയ സമരത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഇപ്പോൾ കത്തിപ്പെടുന്നത്. എത്രായിരം ആൾ മരിച്ചു എന്നറിയില്ല, കാരണം അവിടെ ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്, ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, മറ്റ് കാര്യങ്ങളൊക്കെ. ഈ ഖമനേയി എന്ന അദ്ദേഹത്തിൻ്റെ പേര്, പഴയ ആളുടെ പേരും ഓർമ്മ ഉണ്ടാവും, ആയത്തുള്ള ഖൊമേനി. ആയത്തുള്ള എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൃഷ്ടാന്തം എന്നാണ്. അദ്ദേഹം ദൈവമായിട്ട് 24 മണിക്കൂർ ഹോട്ട് ലൈൻ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം തെറ്റുപറ്റില്ല, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റില്ല. ഉണ്ടോ? തെറ്റുപറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ നേതാക്കന്മാർ. ഏതെങ്കിലും ഒരു നേതാവ് എനിക്ക് തെറ്റുപറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ പറയുക? അദ്ദേഹം ഒന്നും മിണ്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുയായി പറയും അങ്ങേയറ്റം ജാഗ്രതക്കുറവുണ്ടായി. അതിൻ്റെ മലയാളം അത് ജാഗ്രതക്കുറവുണ്ടായി. അല്ലേ പറയും അത് വാമൊഴി വഴക്കമാണെന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ വളച്ചൊടിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വീഡിയോ അവിടെ ഉണ്ടെന്നേ. എന്നിട്ട് മാധ്യമങ്ങൾക്ക് ആ കുറ്റം, പിന്നെ എതിർ പാർട്ടിക്കാർക്ക് കുറ്റം. ഇത് CPM-നോ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ BJP-ക്കോ മാത്രമുള്ള കുറ്റമല്ല, എല്ലാവർക്കുള്ള കുറ്റമാണ്. ഇവിടെ ഒരു കൊള്ളാവുന്ന രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് പറ്റിയ ഹിമാലയൻ അബദ്ധമാണ്. ഹിമാലയൻ ബ്ലെൻഡർ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗം നേരത്തെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിന് ലോകപ്രസിദ്ധി നേടിക്കൊടുത്തത് ഗാന്ധിയാണ്. അത് വേറെ ഒരുത്തൻ്റെ അബദ്ധത്തിന് വിശേഷിപ്പിക്കാൻ പറഞ്ഞുതരാം, അവനവൻ്റെ അബദ്ധത്തെ വിശേഷിപ്പിച്ചാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഭാഷയിൽ നേരത്തെ ഇല്ല സോറി എന്നുള്ളതിന് വാക്കില്ല മലയാളത്തിൽ ശരിക്കും. കാരണം മലയാളം അതൊക്കെ ശരീരഭാഷ ഉണ്ടാ പറഞ്ഞത്. അപ്പോൾ ചവിട്ടിപ്പോയാൽ നമ്മൾ തൊട്ടി നിറലേക്ക് ചെയ്യുക, വാക്കില്ല. നന്ദി എന്നുള്ളതിന് വാക്കുണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാ. കാരണം മലയാളത്തിൽ പണ്ട് പറയാം സന്തോഷം എന്നാണ്, നന്ദി എന്നുള്ള വാക്കിനർത്ഥം സന്തോഷം എന്നാണ്. ഇപ്പോൾ പിന്നെ എല്ലാവരും ഒരു ബുദ്ധിമുട്ടില്ല, താങ്ക്സ്, അപ്പോൾ തീർന്നല്ലോ, അത് പറഞ്ഞു കഴിച്ചു, താങ്ക്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു എങ്ങനെയാണ് ശരിക്കും ക്ഷമാപണം നടത്തുക, എങ്ങനെയാണ് ഒരു ഉപകാരം കിട്ടിയത് ഓർത്ത് പറയുക. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഈ ലോകത്ത് ഏറ്റവും അധികമുള്ളത് അസൂയയാണ്, ഏറ്റവും കുറവുള്ളത് നന്ദിയാണ്. മറ്റുള്ള ആളുകൾ നിങ്ങളോട് കാണിച്ച നന്ദി കേട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ പിന്നെ ഞാനീ പറയുന്നതൊക്കെ നിങ്ങളുടെ വീട്ടുകാരെ പറ്റിയല്ലോ കേട്ടോ, അടുത്ത വീട്ടുകാരെ പറ്റിയ. അപ്പോൾ പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ കേൾക്കാം? ഇതൊക്കെ തമിഴന്മാരെ പറ്റിയാണെങ്കിൽ പാൽപ്പായസം പോലെ കേട്ടേനെ അല്ലേ? ഇതൊക്കെ മലയാളികളെ പറ്റിയാണ്, ഞാൻ അടക്കമുള്ള മലയാളികളെ പറ്റിയാണ് ഈ പറയുന്നത്. അതായത് ഇപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ ജാതീയത, വർഗീയത എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം അസൂയ. കാരണം ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ബോംബെയിൽ മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന ഒരു മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുമ്പോൾ തീ കൊടുക്കും. കാരണം മുസൽമാൻ അങ്ങനെ കയറണം, തിരിച്ചും ഇതുപോലെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ, മലബാറിലാണെങ്കിൽ മാപ്പിളമാർക്കാണ് കുറച്ചധികം സാമ്പത്തിക സൗകര്യം. കാരണം ഈ സാമ്പത്തിക സൗകര്യമൊക്കെ ഈ രാഷ്ട്രീയക്കാർ പറയും ഇവരുണ്ടാക്കിയതാണ്. ഇതിൽ പ്രധാനം തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ യൂറോപ്യൻ നാടുകളിലേക്കും മലബാറിൽ നിന്ന് പ്രധാനമായിട്ട് അറബ് നാട്ടിലേക്കൊക്കെ പോയി അവിടെ പോയി മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം അതൊക്കെ. ഇവിടുത്തെ ഈ സമ്പത്ത് മുഴുവൻ, ഈ സമൃദ്ധി മുഴുവൻ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണം. അപ്പോൾ ആ വാക്കുകളൊക്കെ പോയല്ലോ, ഭൂപരിഷ്കരണം വന്നു. ഭൂപരിഷ്കരണം വന്ന് എന്തായി, ജന്മികുടിയാൻ വ്യവസ്ഥ തകർന്നു, ജാതി വ്യവസ്ഥ വലിയ അളവിൽ തകർന്നു. ഇങ്ങനെ കുലത്തൊഴിൽ എന്നുള്ള സാധനം ഇല്ലാതെ. അപ്പോൾ നമ്മൾ തൊഴിൽ തേടി പോകണം, പണ്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന കാര്യം പരസ്പരമുള്ള അസൂയയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ദേവാലയത്തിൻ്റെ മിനാരം അല്ലെങ്കിൽ അതിൻ്റെ ചർച്ച് അല്ലെങ്കിൽ അതിൻ്റെ കെട്ടിടം ഒന്ന് ഉയർന്നു കണ്ടാൽ അവിടെ വലിയ ലൈറ്റ് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായി അല്ലേ? അസൂയ പോലെ കാളിദാസൻ അദ്ദേഹത്തിൻ്റെ നായികയുടെ കൂട്ടുകാരിക്ക് ഇട്ട ഒരു പേര് അനസൂയ എന്നാണ്, വേറെ കൂട്ടുകാരിക്ക് പേര് പ്രിയംവദ എന്നാണ്. ഏതെങ്കിലും പെണ്ണിന് അനസൂയ എന്ന് പേരിടാൻ പറ്റും നിങ്ങൾ വിചാരിക്കണ്ടോ? ഏതെങ്കിലും പെണ്ണിന് പ്രിയംവദ എന്ന് പേരിടാൻ പറ്റും?
അതാണ് കാളിദാസൻ, അദ്ദേഹത്തിന് അറിയാം അതൊന്നും ജീവിതത്തിലുള്ളതല്ല, ഇതൊക്കെ കലയിലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അനസൂയ, വലിയ കൂട്ടുകാരികളാണ്, അനസൂയ എന്നും പ്രിയംവദ എന്നും പേരിട്ടത്. ഹിന്ദിയിലൊരു നിരൂപകൻ എഴുതിയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ദുഷ്യന്തൻ ഒരു മഹാബോറനാണ്, ആരെങ്കിലും ശൗന്ദര്യെ പ്രേമിക്കുമോ, അത് പ്രിയംവദയല്ലേ പ്രേമിക്കുക. ഇവനെങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്? അപ്പോൾ ഇത് നിങ്ങൾക്ക് മുഴുവൻ തിരിയാത്തത് ഈ ശാകുന്തളത്തിൻ്റെ കഥ ഓർമ്മയാവാത്തത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. നിങ്ങളിങ്ങനെ ഗൗരവം ഭാവിച്ചിരിക്കാം, എന്തൊരു നാട്യമാണെന്ന് ഇങ്ങനെ ഗൗരവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ഈ തരത്തിലുള്ള, ഇപ്പോൾ മലയാളിക്ക് മനസ്സിലാൻ വേണ്ടി ഈ ഗുണപരമായ അംശങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയും നിഷേധാത്മകമായ അംശങ്ങൾ നെഗറ്റീവ്, ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചത് മദ്യമാണ്. മലയാളി കേട്ടോ, 3.5 കോടി ആൾക്കാരാണ് അവിടെ ഉള്ളത്. എത്രയാണ് മദ്യം കഴിക്കുന്നത്? അതിൻ്റെ കണക്കിപ്പോൾ ഗവൺമെൻറ് പുറത്തു വിടുന്നില്ല. ന്യൂ ഇയറിന് എത്ര 390 കോടി, ഇതൊക്കെ എനിക്കത് കണക്കൂട്ടാൻ തന്നെ കഴിയില്ല. ഇത്രയും കോടി മദ്യം. ഇവിടെ 52% പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ ഇപ്പോഴും വ്യാപകമായി മദ്യപിച്ച് തുടങ്ങിയില്ല. എത്രയോ പഹയന്മാർ ദുബായിലും ലണ്ടനിലും ന്യൂയോർക്കിലും ഫ്രാങ്ക്ഫർട്ടിലും ബെർലിനിലും ഒക്കെയാണ്. എന്നിട്ട് ഇവിടെയുള്ള പാർട്ടിയായി കുടിച്ചത് മുഴുവൻ. ഗവൺമെൻറ് കണക്ക് പുറത്തു വിടുക, എത്ര നാണക്കേട് കേട്ടോ. ദയവായി ഓർത്തിരിക്കുക, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി ആത്മഹത്യയാണ്. ആത്മഹത്യ ഇന്ത്യയിൽ ആദ്യമായി ആത്മഹത്യയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം ആരംഭിച്ചത് ഈ തിരുവനന്തപുരത്താണ്, നായനാരുടെ കാലത്ത്. ഇപ്പോഴും കേട്ടോ, ഒരു ദിവസം 30 പേര് ആത്മഹത്യ ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പേരാണ് കേരളം. ഒരു മണിക്കൂറിൽ 1.5 ആൾ മരിക്കുന്നു. ഒരു മണിക്കൂറിൽ 25 പേര് കേരളത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇത് ആലോചിക്കേണ്ട കാര്യമല്ലേ? എവിടെ പോയി നമ്മുടെ സന്തോഷം? ഈ സമ്പത്തും സാക്ഷരതയും മറ്റ് സമൃദ്ധിയും എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യം, അന്ന് ദാരിദ്ര്യം കൊണ്ട് ആൾ ആത്മഹത്യ ചെയ്ത് ഞങ്ങളാരും കേട്ടിട്ടേ ഇല്ല. അന്ന് ആരാ ആത്മഹത്യ ചെയ്യുന്നത്? അന്ന് പള്ളവേദന വന്നു, ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോൾ ഓപ്പറേഷൻ പിടിച്ച് ആത്മഹത്യ ചെയ്യും. പിന്നെ എന്തെങ്കിലും അബദ്ധം പറ്റിയ പെൺകുട്ടികളൊക്കെ കുളത്തിൽ ചാടിയോ പുഴയിൽ ചാടിയോ നഞ്ഞു കുടിച്ചോ മരിക്കും. ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ ഈ സത്യം പറയാം, ഞാൻ ക്രൂരമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ കാലത്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടാത്തതിന് കേരളത്തിൽ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടാത്ത, പിന്നെ തോറ്റേന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തൻ്റെ കുട്ടിക്ക് A+, എല്ലാത്തിലും A+ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അമ്മ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഒരു കുട്ടിക്ക് പരീക്ഷയിൽ കേട്ടോ, ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഇപ്പം എന്താ സ്ഥിതി എന്നറിയോ? പരീക്ഷ എഴുതിക്കൊള്ളുന്നില്ല, നിങ്ങൾ എന്തെഴുതിയാലും നിങ്ങൾ മാർക്ക് കിട്ടും. കാരണം 99% വിജയമുണ്ടായി എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രഖ്യാപിക്കാനുള്ള എന്തോ കലാപരിപാടിയാണിത്. കള്ള മാർക്കിട്ടല്ലേ ഇവിടെ കുട്ടികൾ പാസ്സാകുന്നത്. ഞാൻ മാഷായിരുന്നു ഒരുത്തനാണ് 34 കൊല്ലം. ഒരുത്തനും ഗ്രേസ് മാർക്ക് കൊടുക്കാത്ത ഒരുത്തനാണ് ഞാൻ. കാരണം എഴുതിയനാ മാർക്ക് കൊടുക്കുക. പഠിച്ചവൻ തോൽക്കുകയും പഠിക്കാത്തവൻ ജയിക്കുകയും ചെയ്യുന്ന വിചിത്രമായൊരു സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. ഇത് UDF-ൻ്റെ LDF-ൻ്റെ ഒക്കെ കാലത്തൊരു വ്യത്യാസമില്ല കേട്ടോ. ഇതിപ്പോൾ അബ്ദുൾ റബ്ബ് ഭരിച്ചാലും ശിവൻകുട്ടി ഭരിച്ചാലും ജോസഫും വിദ്യാഭ്യാസ മന്ത്രിയാലും ഒക്കെ ഇത് തന്നെ സ്ഥിതി. ഇതിങ്ങനെ കൊല്ലം കൂടി വരിക. എങ്ങനെ? എന്നിട്ട് DPI ആണ് പറഞ്ഞത് എന്ത്? A+ കിട്ടിയ കുട്ടികളുടെ കൂട്ടത്തിൽ മലയാളം അക്ഷരം അറിയാത്തവനുണ്ട്. ഭീകരില്ലേ? 10 കൊല്ലം സ്വന്തം മാതൃഭാഷ പഠിച്ചിട്ട് മലയാള അക്ഷരം എഴുതാനും വായിക്കാനും അറിയാതെ കുട്ടികൾ A+ കിട്ടി പാസ്സാവുന്നുണ്ട്. DPI പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി അന്വേഷിച്ചത് എന്താണെന്നറിയോ? ആ വർത്തമാനം എങ്ങനെ പുറത്തു പോയെന്നാ അന്വേഷിക്കേണ്ടത്. എന്താ? അയൽപക്കത്ത് കുട്ടികളുണ്ടല്ലോ A+ കിട്ടിയേ, 4 ആളെ വിളിച്ചിട്ടൊരു കേട്ടെഴുത്ത് കൊടുക്കുക. അപ്പം അറിയാം ഈ പറഞ്ഞ DPI പറഞ്ഞത് ശരിയാണോ അല്ലേന്ന്. DPI എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഞാനെന്തോ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടോ LDF വിരോധം കൊണ്ടോ UDF പക്ഷപാതം കൊണ്ടോ പറഞ്ഞതല്ലത്. ഇതിവിടെ വാർത്ത വന്നു, സഭയിൽ ചർച്ച ചെയ്ത കാര്യം. അത് ഒന്നുകിൽ അത് തെറ്റാണെങ്കിൽ DPI പിരിച്ചുവിടും. തമിഴ്നാട്ടിലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, തമിഴ് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുത്തന് 10ാം തരം പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ മന്ത്രിസഭയ്ക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഇവരുടെ മാത്രം കുറ്റമല്ല, അത് നേരത്തെ തുടങ്ങിയല്ലോ. ഇവർ വന്നിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ, ഇത് എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിതി? മര്യാദയ്ക്ക് വല്ലതും പഠിച്ച് കേരളീയർ മര്യാദയ്ക്ക് പഠിച്ച് പാസ്സാവുണ്ട് IAS കാര്യങ്ങളൊക്കെ. അതെവിടെയാണ്? അതാ കുട്ടികളൊക്കെ ബോംബെയിലോ ഡൽഹിയിലോ കൽക്കട്ടയിലോ മദ്രാസിലോ പഠിച്ചാൽ, ഇവിടെ പഠിച്ചാലല്ല. മനസ്സിലാവുണ്ടോ? അപ്പം മലയാള ഭാഷയോട് നമുക്കുള്ള അനാദരം എന്ന് പറയുന്നതിന് അറ്റമില്ല. പിന്നെ എന്തെങ്കിലും 4 വർത്തമാനം പറയണമെങ്കിൽ കള്ളു കുടിക്കണം. നമ്മൾ ശരിക്കും മനസ്സ് തുറക്കണമെങ്കിൽ എന്താണ്? ഒരു ലാർജ് ഇട്ടാലേ പറ്റുള്ളൂ.
അപ്പോൾ സാധാരണത്തിൽ ഒരാൾ വിചാരിക്കും ഞാൻ ഒരു ലാർജ് ഇട്ടാ വന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ വർത്താനം. തുറന്നു പറയാൻ പറ്റും, തുറന്നു പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സ് തുറക്കാൻ പറ്റാത്തത്? നിങ്ങളെ വീടുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജനിച്ച് വളർന്ന തറവാട് വീട്ടിൽ വലിയ മുറ്റം, വളരെ വലിയ കോലായി, അവിടെ ആൾ വന്നിരിക്കുകയാണ്, അയൽക്കാർ, പരിചയമില്ലാത്തൊരു വഴിപോക്കരൊക്കെ. കാരണം അന്ന് ഹോട്ടലും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്താ, ഓട്ടോറിക്ഷയിൽ നിന്നോ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറുന്നതിന് ഒരു സൗകര്യം കിട്ടുന്ന ഒരു ചെറിയ സാധനം, എൻ അപ്പോളജി ഫോർ കോലായ. അതാണ് കൊലായില്ല. നിങ്ങൾ ആരെങ്കിലും സ്വാഗതം ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളെവിടെയാണ്? നിങ്ങൾ TV കാണുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുന്നു. വേറെ ഒരുത്തനോട് കേട്ടോ, അങ്ങനെ ഒരു പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന അവസ്ഥയെപ്പറ്റി. നല്ല കച്ചവടമല്ലേ, അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നത് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം, എങ്ങനെയാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കുറഞ്ഞു പോയത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ അയൽപക്ക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു സമ്മാനം ഏർപ്പെടും, നല്ല അയൽപക്ക ബന്ധം സൂക്ഷിക്കുന്ന ആൾക്ക്. അപ്പോൾ അത് സമ്മാനം കൊടുക്കാൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഈ സമ്മാനം കൊടുക്കുമ്പോൾ ആലോചിച്ച്, ഇനിയിപ്പോൾ നന്നായിട്ട് മുല കൂട്ടിയ അമ്മയ്ക്കൊരു സമ്മാനം നല്ലതല്ലേ? ഖുർആനിൽ പറയുന്നുണ്ട് 2 കൊല്ലം തികച്ചും ശിശുക്കളെ മുലയൂട്ടേണ്ടതാണ്. അപ്പോൾ മുലയൂട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ എന്തൊരു സ്ഥിതിയാണ്. ഞാനങ്ങനെ എല്ലാവരും അമ്മമാരെ ആക്ഷേപിച്ച് പറയല്ല, അതൊക്കെ ആണ്. ഈ ശബ്ദശല്യത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അത് അവരറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പിന്നെ അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ പ്രണയം എന്നൊരു സാധനം എന്താണെന്ന് സാധാരണഗതിയിൽ മലയാളികൾക്ക് മനസ്സിലാവില്ല. ഞാൻ ആവർത്തിക്കുന്നു, പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാളിക്ക് മനസ്സിലാവില്ല. നമ്മുടെ പാരമ്പര്യത്തിൽ എവിടെയും പ്രണയമില്ല. നമ്മുടെ ഐതിഹ്യങ്ങളിൽ, നമ്മുടെ നാടൻ പാട്ടുകളിൽ, കഥകളിൽ ഒന്നുമില്ല. അപ്പോൾ ഉണ്ണിയാർച്ച വളരെ സുന്ദരിയാണ്. എന്താണ്, മാനത്ത് നെങ്ങാനും പൊട്ടി വീണു, അല്ലേ, അറിയാലോ, കുന്നത്ത് കൊന്നയും പൂത്ത പോലെ. പക്ഷെ അവൾ വളരെ സുന്ദരിയാണ്, ശൂരപരാക്രമിയാണ്. അവളാരും പ്രേമിക്കുന്നില്ല. തച്ചോളി തെക്കൻ പാട്ടിലോ വടക്കൻ പാട്ടിലോ എവിടെയില്ല. അപ്പോൾ നിങ്ങൾ കേട്ടില്ലാത്തൊരു കഥ പറയാം. മാപ്പിളപ്പാട്ട്, നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടാവും. ആ കൂട്ടത്തിലെ വലിയ കവിയുടെ പേര് മോയിൻകുട്ടി വൈദ്യരെന്ന. അദ്ദേഹം 1892 മരിച്ചുപോയി. 40 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം യൗവനകാലത്തൊരു വലിയ അക്രമം കാണിച്ചു. എന്താ അക്രമം കാണിച്ചത്? സിഹ്റുൽ ബയാൻ എന്ന് പറയുന്നൊരു ഉറുദു കാവ്യത്തിലെ കഥ എടുത്തിട്ട് അദ്ദേഹം ബദറുൽ മുനീർ ഹുസ്ൻ ജമാൽ എന്നൊരു പ്രണയകാവ്യം എഴുതി. പ്രണയകാവ്യം എഴുതിയപ്പോൾ എന്താണ്ടായെന്നറിയാം? അതുവരെ മാപ്പിളപ്പാടിൻ്റെ ചരിത്രം 500-600 കൊല്ലം പഴക്കമുള്ളതാണ്. അതുവരെ അതിനകത്ത് പ്രണയമില്ല. അപ്പോൾ കൊണ്ടോട്ടി പള്ളിയിൽ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് വിചാരണ ചെയ്തു. അയാൾ പൊട്ടിക്കരഞ്ഞു, മാപ്പ് പറഞ്ഞു. എന്തിന്? പ്രണയം ഇതിവൃത്തമാക്കിയതിന്. 1872 ഗുണ്ടറ്റൻ്റെ നിഘണ്ടു വരുന്ന കാലം. 40 കൊല്ലം കഴിഞ്ഞ് മോയിൻകുട്ടിയൊരു മാപ്പ് പറഞ്ഞ് പയ്യനെ 20 വയസ്സേ ഉള്ളൂ. ഈ കാവ്യം അദ്ദേഹം പിൻവലിച്ചില്ല. ആ കാവ്യം ഇപ്പോഴും കിട്ടും കേട്ടോ. ആ കാവ്യത്തിൽ ഒരു രാജകുമാരി ഉണ്ട്. അവൾ പ്രേരിപ്പിച്ചിട്ടാണ് അവർ ഒളിച്ചോടി പോകുന്നത് കേട്ടോ. ഏത്? ഹുസ്നുൽ ജമാൽ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ പേരാണ്. കാമുകൻ്റെ പേര് ബദറുൽ മുനീർ എന്നാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ഒരു സംഭവം, സമ്മാനം വാങ്ങാൻ വേണ്ടി ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ അത് ആരാ വിളിച്ചതെന്ന് വെച്ചിട്ട് ബഹളുണ്ടാക്കുന്ന മുസ്ലിം പുരോഹിതന്മാരുണ്ട് അവിടെ മറ്റതുണ്ട്. ഇത് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ പൈലറ്റായിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ, മറന്നുകൊണ്ടാ, ഒരു മുസ്ലിം പെൺകുട്ടി പൈലറ്റായി മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഈ പ്രണയം വന്നപ്പോൾ ആശാൻ നളിനി എന്നൊരു കാവ്യം എഴുതുകയാണ്. നളിനി എഴുതി, ആശാൻ ബ്രാക്കറ്റിൽ എഴുതി അഥവാ ഒരു സ്നേഹം. ചിലപ്പോൾ മലയാളിക്ക് മനസ്സിലായില്ലെങ്കിലോ? അല്ല, ഇത് പഴയ കഥയല്ല. ആശാൻ്റെ കൃതികൾ മുഴുവൻ, അപ്പം ഇവിടെ എനിക്ക് സാഹിത്യ നിരൂപണം നടത്താൻ നേരമില്ല. ലീലയാണെങ്കിലും ചണ്ടാലികയാണെങ്കിലും വാസവദത്തയാണെങ്കിലും ഒക്കെ അവർ പ്രണയത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അത്തരം കഥകൾ പിന്നെ ഉറൂബ് എഴുതും, ബഷീർ എഴുതും. ബഷീർ പ്രേമലേഖനം കേട്ടോ. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമ സുരഭിലവുമായ ഈ അസുലഭ കാലഘട്ടത്തിൽ എന്നും പറഞ്ഞ് പാവം കേശവൻ നായർ എഴുതും. അതിവിടുത്തെ നിങ്ങളുടെ സജീവോത്തമൻ സർ CP രാമസ്വാമി നിരോധിച്ചപ്പോൾ ബഷീർ ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിനൊരു പരിചാരകനുണ്ട്, പയ്യനാ, 10-12 വയസ്സുള്ള പയ്യനാ. അവന് സ്വാമി എന്ന് പേരിട്ടു. അവനോട് ചായ എടുത്തോണ്ട് എൻ്റെ അണ്ടർവെയർ കൊണ്ട് തിരുപ്പിക്കൊണ്ട എന്ന് പറയും. ആരോടാ? സർ CPയോട് ഈ പറയുന്നത് ബഷീർ. എനിക്ക് പകർച്ച വാങ്ങിക്കൊണ്ടാ ഇവനെ സ്വാമി എന്ന് വിളിക്കും. 5 കൊല്ലം ഇത് നിലനിന്നു. കാരണം അന്ന് NSS ഭയങ്കര ബഹളുണ്ടാക്കി. നായന്മാർക്ക് വലിയ അവമാനമാണ്. അപ്പോൾ ബഷീർ ഉടനെ ഒരു
നോട്ടീസ് അടിച്ചിറക്കി. എനിക്ക് നായന്മാരുടെ ബഹുമാനം വളരെ കലശലാണ്, അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു തമാശ കഥ എഴുതിയനാ. ഈ പൂജപ്പുര ജയിലിൽ കിടക്കുന്ന തൻ്റെ സഹതടവുകാർക്ക് വായിക്കാൻ വേണ്ടി തമാശയ്ക്ക് വേണ്ടി എഴുതിയുണ്ടാക്കാം മനോഹരമായ പുസ്തകം കേട്ടോ. ഞാൻ ആദ്യം എനിക്കത് കിട്ടിയ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. ഇരുന്ന ഇരിപ്പിൽ 5 വട്ടം വായിച്ചു. അത് നിങ്ങൾ വായിക്കും, നിങ്ങൾ മര്യാദയ്ക്ക് വായിച്ചു നോക്കിയാവും. ഞാൻ പിന്നെ എത്ര വട്ടം അത് വായിച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ ഒരു പ്രധാന കാര്യം സാറാമ്മ കേശവൻ നായരോട് പറയുന്നുണ്ട്, എനിക്കൊരു ജോലി വേണം. അപ്പോൾ കേശവൻ നായർ വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ സുന്ദരികൾക്കൊക്കെ നല്ല പണി പ്രേമിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിനക്ക് പ്രേമിക്കുന്ന പണിയാണ് നല്ലത്. അപ്പോൾ ആരും അല്ല, എന്നെ പ്രേമിച്ചോളൂ. അപ്പോൾ സാറാമ്മ പറഞ്ഞു, ആയിക്കോട്ടെ, എന്ത് ശമ്പളം തരും? 20 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞു. അന്നത്തെ 20 രൂപയുണ്ടോ, 1943. അങ്ങനെ ഒക്കെ ഉറച്ചപ്പോൾ സാറാമ്മയ്ക്ക് ഒരു സംശയം, നിങ്ങൾക്ക് ജോലി ബാങ്കിൽ 8 മണിക്കൂറല്ലേ, എനിക്ക് 24 മണിക്കൂർ ജോലിയാണ്, എന്തൊരു കഷ്ടം അത്. പിന്നെ അത് പോട്ടെ, ഇതിനിടയ്ക്ക് കേശവൻ നായർ ഡിം ആയാൽ ഈ പൈസ ആര് തരും? 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കേശവൻ നായർക്ക് കലശലായ ഒരു മോഹം വന്നു. എന്താ അത്? ഒന്ന് ചുംബിക്കണം. മോളോട് പറഞ്ഞു, സാറാമ്മേ എനിക്കൊന്ന് ചുംബിക്കണം. അപ്പോൾ സാറാമ്മ വെച്ചാൽ ആരെ? എന്നെയോ? അതെ, 10 അടി വിട്ട് അതൊന്നും ഇതിനകത്തില്ല, ഈ കരാറിലാവുന്നില്ല. ഇങ്ങനെ ഒരു തമാശ പുസ്തകമാണ് അത്. NSSും SRCP കൂടി. കാരണം നമുക്കിത് മനസ്സിലാവണ്ടേ. നമ്മുടെ കഥകളിലൊക്കെ കാമുകന്മാർ ആത്മഹത്യ ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രണയകഥയാണ് ചെമ്മീൻ. അതിൽ പരീക്കുട്ടിയും കറുത്തമ്മയും ഒന്നിച്ച് ജീവിച്ചു എന്നല്ല, അവർ കടലിൽ ചാടി മരിച്ചു എന്നാണ്. നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ സിനിമയാണത്, നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണത്. അത് ജാപ്പനീസ് ഭാഷയിൽ, അറബിയിൽ പരിഭാഷ ഉണ്ട് ചെമ്മീൻ. അത്ര പ്രസിദ്ധമായ പുസ്തകമാണ് ചെമ്മീൻ. നല്ല നോവലാണ്. നമുക്കങ്ങനെ മനസ്സിലാവുള്ളൂ. കാരണം പ്രണയത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് മലയാളികൾക്കറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ അവർ നഞ്ഞു കുടിച്ച് മരിക്കണം, അല്ലെങ്കിൽ കടലിൽ ചാടണം, അല്ലെങ്കിൽ റെയിലിന് തലവെക്കണം, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിക്കണം. ഇപ്പം എന്തുണ്ട്? മറ്റേ കലാപരിപാടി വന്നു. ഏത്? അതിന് പേര് ഓണർ കില്ലിംഗ് എന്നാ, ദുരഭിമാനവധം. ബന്ധുക്കൾ കൂടിയിട്ട് ഈ പെണ്ണിനെയോ ഈ പുരുഷനെയോ കൊല്ലുക. അപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി 10-18 വയസ്സുള്ളപ്പോൾ അവർ ഇഷ്ടമായി, അവർ കല്യാണം കഴിച്ചു. ഏത്? 1917 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ മിശ്രവിവാഹ പ്രസ്ഥാനം ആരംഭിച്ച കേരളത്തിലാണ് നമ്മളെങ്ങനെയാണ് പുറകോട്ട് പോകുന്നത്. അന്നൊന്നും ഓണർ കില്ലിങ്ങുന്നില്ല. അന്ന് പത്രത്തിൽ വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്, ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ എൻ്റെ അയൽവക്കത്തുള്ള ആതിര എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവൾ ഈഴവ കുലത്തിൽ പറഞ്ഞതാണ്. അവളുടെ കാമുകൻ ദളിതനാണ്, നല്ല പഠിച്ച ആളാണ്, പട്ടാളത്തിൽ ജോലിയുണ്ട്, കാശ് കാര്യമൊക്കെയുള്ള ആളാണ്. കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിന് തലേന്ന് ഇവളുടെ അച്ഛനെ ചായപ്പിടിയെന്ന് ആരെങ്കിലും കളിയാക്കി. അപ്പോൾ എന്ത് ചെയ്തു? അച്ഛൻ വന്നിട്ട് കത്തിയെടുത്ത് മകളെ കുത്തിക്കൊന്നു. എൻ്റെ വീടിന് 5 കിലോമീറ്റർ അപ്പുറം ഇതാണ്. അപ്പോൾ എവിടേക്കാണ് നമ്മൾ പോണതെന്നാണ്. ഇത് ഒരു ചെറിയൊരു കാര്യം, ഇത് മനസ്സിലാക്കാനുള്ള ഒരു തരത്തിലുള്ള ഉദാരതയില്ലാതെ ഈ തരത്തിലുള്ള ദുരഭിമാനം. പിന്നെ എപ്പോഴും നിങ്ങൾക്കറിയാലോ, പ്രൈവസി എന്നൊരു സാധനം നമ്മൾ അംഗീകരിക്കില്ല. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഇങ്ങോട്ടൊരു പെണ്ണ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം ആൾ ആലോചിക്കുന്നത്, ഇത് ഇയാളുടെ കാമുകിയാണോ, അതോ ഇയാളുടെ സഹോദരിയാണോ, ഇയാളുടെ സ്റ്റുഡൻ്റാണോ? നിങ്ങൾക്ക് എന്താ സാറേ പണി? നിങ്ങളെ പണിക്ക് പോയിക്കൂടെ? അവനവൻ്റെ പണി മാത്രം എടുക്കൂല, കണ്ടവൻ്റെ കാര്യം അന്വേഷിക്കുന്ന പണിയാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നാട് വിട്ട് പോകണമെന്നെന്താ? അവർക്ക് പ്രൈവസി ഉണ്ട് അവിടെ. ലണ്ടനിലോ ദുബായിൽ പോലും ഈ തരത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ആരാണ്, നിങ്ങൾ എവിടേക്കാണ് പോണത്, ഇതൊക്കെയാണ് പ്രധാന ഗവേഷണ വിഷയം അല്ലേ? ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു പിൻവലിക്കാം. അപ്പോൾ ഒരാളുടെ പ്രൈവസി അതാരാണ്, എന്താണ് അവർ പറഞ്ഞത് എന്നിപ്പോൾ കോഴിക്കോട്ടൊക്കെ ഉണ്ടായ പ്രശ്നം, അമ്മയും മകനും കൂടി ബീച്ചിലിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മൾ വിടാൻ പാടില്ലല്ലോ. ഇപ്പോൾ എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ളടുത്ത് ഷഹീദ് ബാവ എന്നുള്ളൊരു ചെറുപ്പക്കാരനെ 10-12 ആട് കൂടി സദാചാര ഗുണ്ടായിസം കൊണ്ട് കൊന്നു. അവർ എല്ലാവരും ഇപ്പോൾ ജയിലിലാണ്. എന്നാൽ അത് തീരൂല, അത് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളത് കേരളത്തിൽ സാധാരണ കാര്യമാണ്. ഇപ്പോൾ അട്ടപ്പള്ളത്ത് നടന്ന ആൾക്കൂട്ട കൊലപാതകത്തിൽ കേട്ടോ, ആൾക്കൂട്ടാധിപത്യം, മൊബോക്രസി, ജനാധിപത്യത്തിൻ്റെ നേർവിപരീതം, എല്ലാ ഫാസിസ്റ്റുകളും ഉപയോഗിച്ചൊരു തന്ത്രം. അതിപ്പോൾ ആ അട്ടപ്പള്ളത്തെ ഛത്തീസ്ഗഡിലെ ആ ചെറുപ്പക്കാരനെ കൊന്നതിൽ സ്ത്രീകളുണ്ട് കേട്ടോ. നിങ്ങളെന്നോട് ക്ഷമിക്കുക. സ്ത്രീകളുടെ ഇടയിൽ ഗുണ്ടായിസം, ഹണി ട്രാപ്പ്, പൈസ തട്ടിപ്പ് ഒക്കെ കൂടി വരികയാണ്, വളരെ വർദ്ധിച്ചു വരികയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കാലം എന്നതിന് പറയാം. കാലം ഇങ്ങനെ നമ്മളെ സമയം
മഹാഭാരതത്തിൽ പറയും സർവം കാലകൃതം മന്യേൻ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ തരത്തിൽ എന്താണ് സാമൂഹ്യ ജീവിതം, എന്താണ് സ്വസ്ഥത, എന്താണ് വേറൊരാളെ ശല്യപ്പെടുത്താതിരിക്കുക, അതാണല്ലോ. നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, അത് ചെയ്യില്ല. ആഫീസിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കല്യാണപ്പന്തലാണെങ്കിലും ഇങ്ങനെ പരദൂഷണത്തിൻ്റെയും ഏഷണിയുടെയും ദുർഗന്ധം നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടെ കേട്ടോ ബഷീർ പറയും സമയമില്ല, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ എന്നാണ്. ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നതാണ്, പിന്നെ ഒന്ന് കണ്ടിട്ട് കാര്യം എന്ന് വിചാരിച്ചാൽ ഞാൻ കുത്തിരിക്കുന്നു. എൻ്റെ പേര് സുരേഷ് കുമാർ. കേരളം ഇത്രയും മര്യാദ കുറഞ്ഞവരായി പോയതിന് നമ്മൾ വിചാരണ ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തെയും സാറിനെയും എന്നെയും പോലുള്ള അധ്യാപകരെയും അല്ലേ? വളരെ വളരെ ശരിയായ ഉത്തരമാണ്. കാരണം ഇവിടെ ആളുകൾ കൈക്കൂലി വാങ്ങുന്നതിന് ഉത്തരവാദിത്വം എനിക്കാണ്. കാരണം ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ കുട്ടികൾ ഇങ്ങനെ ആവുമായിരുന്നില്ല. മൂല്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരു പണി നമ്മളെ പാഠ്യപദ്ധതിക്കില്ല. മാഷ് എന്താ പഠിപ്പിച്ചിരുന്നത്? ഞാൻ കേൾക്കില്ല. അല്ല, എന്താണ് പ്രത്യേകിച്ച് മലയാള സാഹിത്യം പഠിപ്പിക്കുന്ന ആളുകൾ അവർക്ക് മൂല്യങ്ങളെ പറ്റിയോ ആദരവിനെ പറ്റിയോ അലിവിനെ പറ്റിയോ ബുദ്ധനെ പറ്റിയോ കരുണയെ പറ്റിയോ വിനയത്തെ പറ്റിയോ കേട്ടോ ഒരു പാഠമേ പഠിക്കാവൂന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് വിനയമാണ്. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തിനായിട്ടും കാര്യമില്ല. അതുണ്ടെങ്കിൽ വേറെ എന്തില്ലെങ്കിലും നിന്ന് പഴിക്കാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാഠ്യപദ്ധതിക്കും ഗുരുനാഥന്മാർക്കും, ഞാൻ അടക്കമുള്ള ഗുരുനാഥന്മാർക്ക് 34 കൊല്ലം ഞാൻ മാഷായിരുന്നു. ഞാൻ മാതൃഭൂമിയിൽ അന്നത്തെ വളരെ കവറ്റബിളായ വളരെ ആഗ്രഹിച്ച് കിട്ടാവുന്ന ഒരു ജോലി കിട്ടിയിട്ട് 1500 രൂപ ശമ്പളം കിട്ടുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് 490 രൂപ 494 രൂപ ശമ്പളം വാങ്ങാൻ പോയ ആളാണ് ഞാൻ. അവസാനം റിട്ടയർ ചെയ്യാൻ ഒരു 3-4 കൊല്ലമുള്ളപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ഒരു സോപ്പും പതയാത്ത ഹാർഡ് വാട്ടറാണിത്. ചുമരുമാതിരി ഇരിക്കുകയല്ലേ നിർവികാരമായിട്ട്. വൈലോപ്പള്ളി കണ്ണീർപ്പാടത്തിലെന്നാണ് എൻ്റെ ഓർമ്മ. എത്ര നിർവികാരം ഈ പുതുതാം തലമുറ എന്ന് അദ്ദേഹം നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മൂല്യബോധമില്ല, അവർക്ക് വിനയമില്ല, അവർക്ക് സ്നേഹമില്ല, അവർക്ക് അമ്മയോടും അച്ഛനോടും സ്നേഹമില്ല, ഒരു സഹയാത്രികനോട് അവർക്ക് ഒരു തരത്തിലുമുള്ള പരിഗണനയില്ല എന്നുള്ളതിന് ഉത്തരം പറയേണ്ട ഒന്നാമത്തെ കൂട്ടർ ഞങ്ങൾ അധ്യാപകരാണ്. ഇവിടെ ഈ കൂടുതൽ വേറെ അധ്യാപകരുണ്ടാവും, പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർ, നമ്മുടെ പുരോഹിതന്മാരൊക്കെ മറുപടി വരണം. ഈ രാഷ്ട്രീയക്കാരെ കണ്ടല്ലേ ഈ കുട്ടികൾ? എവിടെയാണ് ഒരു മാതൃകാ പുരുഷനുള്ളത്? നേര് പറയും എന്ന് ഉറപ്പുള്ള എത്ര രാഷ്ട്രീയക്കാരൻ നമ്മുടെ നാട്ടിൽ? അപ്പോൾ നേര് പറയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പോൾ അഹിംസയെ പറ്റിയോ സത്യത്തെ പറ്റിയോ ഭൂതതയെ പറ്റിയോ പഠിപ്പിക്കാൻ പറ്റുന്ന പാഠ്യപദ്ധതികളുണ്ടോ? വളരെ കുറവാണ്. പിന്നെ വീടുകളിൽ അങ്ങനെ കാണുന്നുണ്ടോ? കാരണം നമ്മളെ ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം മദ്യമാണ്. നമ്മൾ മര്യാദയ്ക്ക് പെരുമാറണമെങ്കിൽ മദ്യം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് മലയാളി മര്യാദയ്ക്ക് ആവുന്ന ഒരു ഘട്ടം ഞാൻ കണ്ടത് 2018 പ്രളയം വന്നപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി എന്താണ്, ഒന്നുകിൽ വെള്ളം അകത്തേക്ക് ചെല്ലണം, അല്ലെങ്കിൽ വെള്ളം വീട്ടിലേക്ക് വരണം. അല്ല, ഇതിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ചോദ്യം ചോദിക്കണേ കേട്ടോ. പറയാം. സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞില്ല. മായാവതിയെ പറഞ്ഞു, പിന്നോക്കക്കാരായിട്ട് ആരെയും പ്രത്യേകിച്ച് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞു. അതിന് അപവാദം മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണ്. അത് ജനറൽ സീറ്റാണ്. അതൊരു പിന്നോക്കക്കാരിയാണ്. മലപ്പുറം ജില്ലയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി. മലപ്പുറം ജില്ലയിൽ നേരത്തെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു KP മറിയാമ്മ. എൻ്റെ ഫ്രണ്ടാണ് അവളെ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വരുന്നത് മറ്റേ VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ കൊണ്ടുവന്ന ഈ നിയമത്തിന് ശേഷമാണ്. നല്ല കാര്യം അത്. അല്ല, ഞാനതിനെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ പാലോളി മമ്മൂട്ടി കൊണ്ടുവന്ന ആ നിയമമില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷേ എൻ്റെ പേര് അനന്തു എന്നാണ്. ഇപ്പോൾ നമ്മുടെ പുതിയൊരു കാലഘട്ടം ജെൻസി ആൽഫ കിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി മാഷിൻ്റെ ഒരു അഭിപ്രായം? പുതിയ തലമുറയെ പറ്റിയാണ്. ജെൻസി ആൽഫ കിഡ്സ്, അപ്പോൾ പുതിയൊരു ഏറ്റവും പുതിയ തലമുറ. അത് എന്നറിയോ, എനിക്കൊരു പ്രശ്നമുള്ളത്, ഞാൻ റിട്ടയർ ചെയ്ത് 15 കൊല്ലമായി. അപ്പോൾ അതുകൊണ്ട് അവരുടെ കലാരൂപങ്ങൾ, അവരുടെ സാഹിത്യം ഒന്നും എനിക്ക് സത്യം പറയാം, സംഗീതമൊന്നും എനിക്ക് തിരിയുന്നില്ല. എങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതാണോ സംഗീതം. ഞാൻ കേട്ടതൊക്കെ P. ഭാസ്കരൻ്റെയും വയലാറിൻ്റെയും ഒക്കെ പാട്ടുകളാണ്. അപ്പോൾ അവരുടെ സമ്പ്രദായങ്ങൾ അവരെ എനിക്ക് വളരെ മോശം അഭിപ്രായങ്ങൾ മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ അവർക്കെതിരായിട്ടൊരു ലേഖനം പണ്ട് എഴുതിയിരുന്നു. അത് ഞാൻ മാറ്റി എഴുതി 2014 പ്രളയകാലത്ത്. അന്ന് 9 ചെറുപ്പക്കാർ വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം ഒലിച്ചുപോയത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മോശമാണ് എന്നല്ല, പക്ഷേ രാഷ്ട്രീയത്തെപ്പറ്റിയോ സാഹിത്യത്തെപ്പറ്റിയോ സംഗീതത്തെപ്പറ്റിയോ പിന്നെ
ഈ പൗരോഹിത്യത്തിൻ്റെ കൊണ്ടുവരുന്നതിനെ പറ്റിയോ അവരേതളവിൽ ബോധവാന്മാരാണ് എന്നതിനെ പറ്റി കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നന്നായി വരട്ടെ. കാരണം ആ പ്രളയകാലത്ത് അവർ കാണിച്ച ഇതൊക്കെ അവർ രാഷ്ട്രീയത്തിലും കാണിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. പേര് ഷിബു എന്നാണ്. സ്ത്രീ ശാക്തീകരണവും അതുപോലെ രാഷ്ട്രീയ രംഗത്തെ സ്ത്രീകൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതിനെ പറ്റിയും വളരെ ശക്തമായി മാഷ് സംസാരിക്കുകയുണ്ടായി. KR ഗൗരി ഒരു ഉദാഹരണങ്ങളും പറഞ്ഞു. അടുത്ത സെനറ്റ്സ് മാഷ് പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു വനിത പെൺകുട്ടി മേയറായത് എൻ്റെ ദുരിതം അനുഭവിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കാഷ്വലായ പരാമർശമായിരിക്കാം, ശരിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ആ വാർഡിൽ താമസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഇലക്ട്രീഷ്യൻ്റെ മകൾ ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ അവരെ പറ്റിയാണ് ഈ പറയുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പക്ഷേ അത് ടാർണിഷ് ചെയ്യപ്പെടുന്നതിൽ പ്രധാനമായൊരു പ്രശ്നമായി വന്നത് ഈ ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ്. മാഷിനും കേട്ടിട്ടുണ്ടാവും അത്. വാസ്തവത്തിൽ ആ ഇഷ്യൂവിൽ അവരുടെ ഭർത്താവായ MLA ആണ് എടുത്തിയാടി അതിൽ പെരുമാറിയത്. പക്ഷേ അതിൻ്റെ മൊത്തം പാവഭാരം അനുഭവിക്കേണ്ടി വന്നത് ഈ പെൺകുട്ടിയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ത്രീകളടക്കമുള്ളവർ ഈ പെൺകുട്ടിയെ വലിയൊരു പാതകം ചെയ്തതായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ നിയമം പോലെ നിയോജകമണ്ഡലത്തിലെ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയെ ആണ് ഇല്ലാതാക്കി കളഞ്ഞത്. അപ്പോൾ ഇതിൽ ആ MLA അവരുടെ ഭർത്താവായിരിക്കാം, അതല്ലേ വിഷയം. ആ MLA ചെയ്തെടുത്ത് ഈ ആട്ടം എന്ന് പറയുന്നത് ഒരിക്കലും കുറ്റപ്പെടുത്തപ്പെടാതിരിക്കുകയും ഈ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് മാഷ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യം ആയിട്ട് ബന്ധപ്പെട്ട 2-3 ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. യു ആർ ഷിബു അല്ലേ? ഞാൻ ഷിബുവിനോട് ചെറിയ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ പേര് യദു എന്നാണ് ഞാൻ ഓർക്കുന്നത്, ബസ് ഡ്രൈവറാണ്. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ കാറിൽ യാത്ര ചെയ്യുന്നു. കൂടെ അവരുടെ ഭർത്താവ് ഞങ്ങളുടെ ബാലുശ്ശേരി MLA സജിൻ ദേവ്. ഇയാളൊരു അശ്ലീല മുദ്ര കാണിച്ചു. ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചാൽ നിയമത്തിൻ്റെ വഴി വളരെ ലളിതമാണത്. അത് റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. അത് റിപ്പോർട്ട് ചെയ്താൽ മതി. അതിന് പകരം ഉണ്ടായത് അവരാ ബസ് തടയണ്ടായത്. തിരുവനന്തപുരത്താണ് ആ സംഭവം നടക്കുന്നത്. ആ ബസ് തടയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവരുടെ കയ്യിൽ ഫോണുണ്ട്, ഈ MLAയുടെ കയ്യിൽ ഫോണുണ്ട്. ഇവർക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു പോലീസിന് സഹായം കിട്ടും. അതാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഒന്ന് MLA ആയതുകൊണ്ടും ഒന്ന് മേയർ ആയതുകൊണ്ടാണ് അവർക്കതിന് ചെയ്യാൻ തോന്നിയെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ പിന്നെ എന്താണ് ഉണ്ടായത് എന്ന് തെളിയിക്കാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. CCTVയുടെ മെമ്മറി കാർഡ് അത് കാണാനില്ലല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ ഈ സംഭവം നടന്നത് തിരുവനന്തപുരം നഗരത്തിലാണ്. ആ നഗരത്തിൻ്റെ മേയറാണ് ആര്യ രാജേന്ദ്രൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് അങ്ങനെ വരിക, ചർച്ച അങ്ങനെ വരിക. പിന്നെ അവർ മറ്റ് പരാതികളെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അത് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് അവർ പറയുന്ന പോലെ അഴിമതി ആരോപണങ്ങളോ മറ്റ് കെടുകാര്യസ്ഥതയോ ഉദാസീനതയൊക്കെ ഉണ്ടാവാം. അതിൽ എൻ്റെ കണക്കിന് ഇവർ 2 പേരും ഉത്തരവാദികളാണെങ്കിലും ആ നഗരത്തിൽ അവരുടെ ഓഫീസിന് തൊട്ട് താഴെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കതിൽ ഉത്തരവാദിത്തം വരും. അങ്ങനെ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് തോന്നിയതോടുകൂടി ആവാം അവർക്ക് പിന്നെ മത്സരിക്കാൻ അവസരം കിട്ടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവരിവിടെ MLA ആയിട്ട് നിൽക്കുമായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. തീർച്ചയായിട്ടും MLA കയ്യിൽ ഉത്തരവാദിത്തം ഉണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ ഒരു ശതമാനമെങ്കിലും അധികം അതിൽ ഉത്തരവാദിത്തമുള്ളത് ആ വനിതാ മേയർക്കാണ്. കാരണം അവരാ നഗരത്തിൻ്റെ മാതാവാണ് എന്നുള്ള കണക്കിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമുക്കിപ്പോൾ വി വിൽ അഗ്രി ടു ഡിസഗ്രി. പ്രായമൊക്കെ ഒരു വിഷയമാണോ? അവർക്ക് 22 വയസ്സുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മേയർന്ന് ആഘോഷിച്ചാൽ ഞാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം അവർ കാണിക്കണ്ടേ? എനിക്ക് ഒരുമാതിരി ഏത് സ്ത്രീ എവിടെ വരുന്നതിനെ പറ്റി ഞാൻ 2 കൈ ഉയർത്തി കുട്ടിക്കാലം തൊട്ട് തന്നെ ഹുറേ വിളിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് അവസാനിപ്പിക്കേണ്ടതാവുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർ എന്ന പോലെ ഇവിടെ ധാരാളമായിട്ട് ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്നതിനും ധാരാളം ചിരിച്ചതിനും വാസ്തവമായും നന്ദി.